കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നത്തോലി മീൻ എന്നും നത്തിൾ മീനൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്ന ഈ മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതേപോലെ ചേരുവകളെല്ലാം ചട്ടിയിലിട്ട് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരെല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ കറിയാണ്, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. മീൻ തന്നെ നല്ല ഹെൽത്തി അല്ലേ. ആദ്യം നമുക്ക് നത്തോലി മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഉൾഭാഗത്തെ നൂലൊക്കെ വലിച്ച് കളഞ്ഞ് തലയും വാൽഭാഗവും ഒക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കുതിർത്ത് എടുത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ ജ്യൂസ് എടുക്കണം. 2 പഴുത്ത തക്കാളിയും നല്ല വലിയ പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. മീൻ കഴുകി വൃത്തിയാക്കിയെടുത്തു. കറിക്ക് ആവശ്യമുള്ളത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. തക്കാളി ഒന്ന് നൈസായിട്ട് അരിയാണ് ചെയ്തത്. പച്ചമുളകൊന്ന് നേർത്ത് കനത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ കറിവേപ്പിലയും. നല്ല പഴുത്ത തക്കാളി എടുത്താൽ നല്ലൊരു സ്വാദ് കിട്ടും കേട്ടോ. അലിഞ്ഞ് ചേരുമ്പോൾ കറിയിലേക്ക് എനിക്ക് അത്ര പഴുത്തതല്ല കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഒരു വെളുത്തുള്ളി അല്ലിയൊക്കെ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മതി. ചെറിയുള്ളി കൂടുതലെടുത്താൽ സ്വാദ് കൂടും. ചെറിയുള്ളി ചതച്ചതും പച്ചമുളകൊന്ന് നീളത്തിൽ അരിഞ്ഞതാണ്. അത് കുട്ടികളൊക്കെ കടിക്കാതിരിക്കാൻ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചൊരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. നല്ലപോലെ ഒന്ന് മൂത്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും ഇതേപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഹൈപ്പും കൂടി ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കൂടെ നമ്മൾ കുറച്ച് തേങ്ങ, ഒരു ചെറിയ ഒരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത്, ഒന്നും ചേർത്തിട്ടില്ല. ചേരുവകളൊക്കെ നമ്മൾ വഴറ്റുന്നുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കണം കേട്ടോ. ഇനി തക്കാളി നല്ല പോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നല്ല പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് വഴന്നോളും. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വഴന്നു കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് വേണം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനേ. ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരിവൊന്നും കൂടണ്ട. ഒരു കളറൊക്കെ ആയിക്കോട്ടെ. ഒരല്പം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് പച്ചമുളക് മാറാനായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് ചട്ടി നല്ല പഴുത്തതായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോവട്ടെ. നമ്മൾ പച്ച തേങ്ങയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ച വാളംപുളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത്, പുളിയൊക്കെ അവരവരിഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ടവർക്ക് നല്ല തിക്കായിട്ടൊക്കെ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. തക്കാളിക്കൊന്നും അധികം പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്രയും ചേർത്തൊന്ന് വഴറ്റി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചൊന്ന് തെളിഞ്ഞ് വരട്ടെ എണ്ണ. തക്കാളിയൊക്കെ ഒന്ന് കലങ്ങി നല്ല തെളിഞ്ഞ് വരുമ്പോൾ ഒരു സ്വാദ് കൂടും. പിന്നെ നമ്മൾ തേങ്ങയും മീനൊന്നും ഇട്ടിട്ടൊന്നും ഒരുപാട് സമയം തിളപ്പിക്കുന്നില്ല. അപ്പോൾ പച്ച ടേസ്റ്റ്, പുളിയുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ പറ്റില്ല. അതുകൊണ്ട് അതേപോലെ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇത്തിരി കുറുകിയാലും നമുക്ക് അരപ്പിൻ്റെ കൂടെ വെള്ളമൊക്കെ ചേർത്ത് കറി ഗ്രേവി ആക്കി എടുക്കാം. നന്നായി തിളച്ചൊന്ന് തെളിഞ്ഞു വന്ന സമയത്ത് അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു. കൂടുതൽ വെള്ളം വേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാം. പക്ഷേ ഒരു കുറുകിയ ഗ്രേവിയിലാവുമ്പോൾ നല്ല ഒരു രുചിയാണ് കേട്ടോ. നമ്മൾ ആ മസാലകളെല്ലാം നല്ല പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റണം, തിളപ്പിക്കണം. ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നു. കുറച്ച് കറിവേപ്പിലയൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ പിച്ചിയിട്ട്
നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നത്തോലി മീനല്ലേ, ഒരു തിളയ്ക്കൊക്കെ വെന്ത് പോവും. അതും കൂടി ചേർത്തൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് സ്റ്റവ് ഓഫ് ചെയ്തു. ഈ ചട്ടിയുടെ ചൂട് തന്നെ മതി. തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വേണമെങ്കിൽ ഒരു നുള്ള ഉലുവാപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സൂപ്പർ കറിയാണ്, ഉണ്ടാക്കി നോക്കൂ.